ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി വ്ലോഗാണ്. നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഓൺ ദ വേ ആണ്, വന്നിട്ട് കാണിക്കാം. ഗായ്സ്, നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം വരുന്ന രംഗമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം വരും, നമ്മളെ ഫ്രെയിമിലേക്ക് ഇപ്പം വരും. മുന്നാണ് ഗൈസ് നമ്മളെ സാധനം വന്നു ഗൈസ്. നമ്മളെ സാധനം അതാണ്, ആ കിടക്കുന്നതാണ് നമ്മളെ സാധനം. സോ വരട്ടെ. സൂം ചെയ്താ പോരാ, അതാര് ക്യാമറ. നില്ലുമ്മ, ആഹാരമുണ്ട് ഇങ്ങനെ കാണാം. ഗായ്സ്, ഇതാണ് നമ്മുടെ ഷെൽഫ്. അത്യാവശ്യം നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ സാധനം. ഇതിനൊരു പ്രത്യേകതയുണ്ട് ഗായ്സ്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. നല്ല പൊക്കമുണ്ട്, അത്യാവശ്യം സാധനം കൊള്ളുന്ന രീതിയിലാണ് ഉള്ളത്. സോ ഈ ഒരു ഷെൽഫ്, ഈ ഒരു ഇതെന്ന് പറയുന്നത്, സോ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രദർ ചെയ്യിപ്പിച്ചതാണ്. പുള്ളിക്കാരൻ കണ്ടുവച്ച ഒരു ഡിസൈനിൽ ചെയ്യിപ്പിച്ചതാണ്. അത് നമ്മളെ സ്വന്തം മില്ലിൽ നിന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ സ്വന്തം മില്ലിൽ നിന്ന് നമുക്കൊരു ഇത്ര വലിയ പോകുന്നൊരു ഷെൽഫ് ഉണ്ടാക്കുന്നത്. സോ നല്ല സാധനമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഷെൽഫ്സും കാര്യങ്ങളും അല്ലെങ്കിൽ മരത്തിൻ്റെ എന്ത് വർക്കാണെങ്കിലും കൽപ്പേനി ദ്വീപിലുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇത്തരം മരങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ, സാധനങ്ങൾ, ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല പറയുന്ന ഡിസൈനിൽ ചെയ്യാനായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ ഇവിടെ പിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ബിരിയാണി, മധുഹൂത്ത്, മാസ് മധുഹൂത്ത്. കാണുമ്പോൾ ബിരിയാണി പോലെയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത് മാസ് മധുഹൂത്ത് എന്നാണ് ഉമ്മ പറയുന്നത്. സാധനം കലക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഒരു റോസ് മിൽക്കിൻ്റെ ലുക്കാണെങ്കിലും ഇത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൽ പാലും പിന്നെ ഏലക്കയും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടൊരു സാധനം. നല്ല രസമുണ്ട്. ഓ, ഇത്ര നാളും ഈ ഒരു ബെഡ് ആ റൂമിലായിരുന്നു. അതൊരു കുഞ്ഞു റൂമാണ്. ഈ ബെഡ് അതിലായിരുന്നു. ഇപ്പോൾ ആ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ജീവിച്ച് പോവായിരുന്നു. സോ ഇന്നിപ്പോൾ അതിനെ പുറന്തള്ളിയിരിക്കുകയാണ്. അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കാം, അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ അല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നുള്ളത്. അതിൻ്റെ കുറച്ച് വേറെ പരിപാടിക്ക് വേണ്ടിയിട്ട് അതിങ്ങനെ കലക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ പണിയും പെൻഡിങ്ങിലാണ്. സോ മൊത്തത്തിൽ ഇങ്ങനെ പെൻഡിങ്ങായ വർക്കുകളെല്ലാം. പക്ഷേ ഈ പണി ഇത് കുറച്ചും കൂടി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സോ പക്ഷേ ഇതാണ്ട് അത് അങ്ങനെയല്ല ഫിറ്റ് ചെയ്യാണ്ട്, പക്ഷേ അതങ്ങനെ വന്നുപോയി. ചിലപ്പോൾ മാറ്റുമായിരിക്കും. സോ ഇങ്ങനെയാണ് ഇന്നത്തെ ദിവസങ്ങൾ. ഞാനെന്തായാലും ഇത് കുടിച്ചിട്ട് വേറെ വല്ല പണി നോക്കട്ടെ. അങ്ങനെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടു. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഉണ്ടാക്കിയാലും തീർത്താലും ഒരു പണി അങ്ങോട്ടേക്ക് ഫിനിഷ് ആവണില്ല വയസ്സ്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഒരു വീട് ചിലപ്പോൾ അറിഞ്ഞൂടെ എന്തൊക്കെയോ അപാകതയുണ്ട്. കാരണം ഏകദേശം സുന്നാൻ്റെ പ്രായമുള്ള വീടാണ്. അതെ, ഏകദേശം സുന്നാൻ്റെ പ്രായമുള്ള വീടാണ് കഴിച്ചത്. എന്നിട്ട് എന്താണ് ഒരു എൻഡില്ലാത്തത്? എൻഡിങ് എവിടെ? ഈ കഥക്കൊരു അവസാനമില്ലേ? സ്റ്റിൽ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീരട്ടെ, എൻ്റെ വഴിക്ക് തീരട്ടെ അല്ലേ. ഹായ് ഗായ്സ്, നമ്മൾ ഇൻഡോറിലോട്ട് പോവാണ് ഗൈസ്. എൻ്റെ കൂടെ ആരൊക്കെയാണ് നോക്കൂ. ഷാമില മുത്തൻ, ഫസില മുത്തൻ, ഒരു ഹായ് ചെല്ല്. കുറച്ച് നാളുള്ള ടീംസാണ്, നമ്മളതൊന്നും കാര്യമാക്കണ്ട. ഓ
ഹായ് ഹായ് ആകാശ് ആരുണ്ട്? ഓ അതിനെ ഓളെ വിളിച്ചത്. നമ്മള് ഇൻഡോർ റീച്ച് ആയിട്ടുണ്ട്. ഇന്ന് ബന്ധമില്ലാത്ത ഒരാളും കൂടി ഉണ്ട് ഗൈസ്. അമ്പത്തഞ്ചാ നിക്കതിന് മാത്രം ഉണ്ടാ? ഇവിടെ എന്തോ ഇൻഡോറിൽ നടക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു ഗൈസ്. പട്ടു അപ്പൊ നമ്മളിനി വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് ഷാമിലെ മൂത്തോളിന് സാധനം എത്തണില്ല ഗൈസ്. ഒരു ഹായ് പറഞ്ഞാലേ. ഈ മന്ദാരച്ചപ്പ് എന്തുകൊണ്ടാ? ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. സോ 5 മണി നമ്മളിവിടെ നിന്ന് ബൈ ബൈ പറയാൻ പോകണം. വേറൊരു പരിപാടി ഉണ്ട്, സോ അതിന് വേണ്ടി പോകണം. ഒന്നും കൂടി വേറെ ഒരു ഹായ് ചെല്ലുക്ക്. ഹായ് ബൈ ബൈ. നമ്മ എന്നി തച്ചേ തനക്ക് ചായ എന്നെ മിന്നുനക്ക് എന്നെ നാസിക്ക് എന്നെ ഓൾക്ക് വരാ വിഷയം വരാ. നാസിക്ക് എന്നെ ഉമ്മയ്ക്ക് എന്നെ കോഫി നാക്ക് കറക്റ്റാ. നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ 4 പേരുണ്ട് ഗായ്സ്. അവിടെ കപ്പൽ കപ്പൽ കാണില്ലേ? കപ്പലൊക്കെ പോച്ച് അതാണ് കപ്പൽ. നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഷിപ്പാണ്. ഇത് ഏത് ഷിപ്പാണെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് MV കവർത്തി കപ്പലാണ് കാര്യം. തെങ്ങുകൾക്കിടയിലൂടെ മനോഹരമായി കാണുന്ന ഈ കപ്പലിനെ നിങ്ങൾ കാണുന്നുണ്ടോ നിച്ചു? ഭംഗിയുള്ള ആകാശം ഞാൻ കറങ്ങിയിട്ട് വീട്ടിലെത്തിയേക്കുവാണ്.